ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പറയണം എന്നോട്. എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിത് വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ. ഈ ഒരു കാര്യത്തിൽ എനിക്ക് റിസൾട്ട് കിട്ടും. കാരണം ഞാൻ എന്തിനാ ചെയ്തതെന്ന് ഞാൻ പറയാം. വീഡിയോയിലോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ പറയാം. അപ്പോൾ എന്താണേലും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കിക്കേ. നിങ്ങൾക്ക് ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഞാൻ പറയാം, ഒരു അത്യാവശ്യ സന്ദർഭം വരുന്നു. EMIയുടെ പൈസ അടയ്ക്കാൻ നാളെ ഡേറ്റാണ് EMI പൈസ അടയ്ക്കേണ്ടത്. നിങ്ങൾക്ക് അക്കൗണ്ടിൽ ഒറ്റ പൈസയുമില്ല. നിങ്ങൾ ആലോചിക്കൂ, അയ്യോ ഞാൻ എന്ത് ചെയ്യും. അവരാണെങ്കിലോ ആ സമയത്ത് നമ്മളെ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ പലിശയുടെ അപ്പുറം പലിശയായിട്ട് നമുക്ക് വരും. അതുകൊണ്ട് ഒരു അത്യാവശ്യ സന്ദർഭമല്ല EMI പൈസ കറക്റ്റ് ഡേറ്റിൽ അടയ്ക്കാൻ പറ്റാത്തത്. അതല്ല, മരുന്ന് വാങ്ങിക്കാൻ പോകുന്നു, കൈ പൈസയില്ല, പെട്ടെന്ന് തോന്നുന്നു. ഈ ഒക്കെയുള്ള സന്ദർഭങ്ങളിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കാര്യമാണ്. ഒരു അടിപൊളി കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ എനിക്ക് കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതെന്താണേലും നിങ്ങൾ ചെയ്തിട്ടേ പറയാവുള്ളൂ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെയ്യാതെ ഒരു കാര്യത്തിനും വന്ന് വഴക്കിടല്ല. ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് കിട്ടുമെന്ന് 100% ഉറപ്പുള്ള കാര്യം മാത്രമാണ്. എനിക്ക് 100 101% ഉറപ്പ് കിട്ടിയ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ എന്താണെങ്കിലും വീഡിയോയിലോട്ട് പോകുന്നത്. പിന്നെ ഞാൻ മേടിച്ച പച്ച കളർ പേപ്പർ, ഇന്ന് വ്യാഴാഴ്ചയാണ്, എല്ലാവരും അത് ചെയ്തോളൂ. ഞാനും പേപ്പർ പോയി മേടിച്ചു, ഞാനും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താണേലും ആ പേപ്പർ ഞാൻ കാണിക്കാൻ ഇന്ന് പോയി വാങ്ങിച്ച കുറേ നടന്നെൻ്റെ സാറേ. അപ്പൊ ഞാൻ നിങ്ങളതും കാണിച്ചു തരാം. വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് പോയേക്കാം. അപ്പോഴേ ഞാൻ പറയുന്ന ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കഴിഞ്ഞ ദിവസം എന്നായിരുന്നു, കഴിഞ്ഞ മാസത്തിൽ, ഇത് മുമ്പ് ചെയ്തതാണ്, ഞാൻ കുറച്ചായി ചെയ്തിട്ട് കഴിഞ്ഞ മാസം ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങളുമായിട്ട്. ഒരു 4-ാം തീയതി 5-ാം തീയതി അപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു EMIയുടെ ഉണ്ട്. ആ EMIക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് പൈസ വരാനുണ്ട്. പക്ഷെ നമ്മൾ ഇല്ലായ്മയല്ല പറയുന്നത്, പൈസ വരാനുണ്ട്. പക്ഷെ അത് വന്നില്ല, അക്കൗണ്ടിലോട്ട് വന്നില്ല. അപ്പൊ ആ ഒരു കാര്യം അക്കൗണ്ടിലോട്ട് വരാനിട്ട് നമുക്ക് ഓരോ കാര്യത്തിനും കിടക്കുന്ന കാര്യങ്ങൾ, ഒരു EMI ഉണ്ട്, അത് നമുക്ക് അടച്ചു പോകണമെന്നുണ്ടെങ്കിൽ കറക്റ്റായ സമയത്ത് നമുക്കത് ചെയ്തിരിക്കണം. പൈസ ബാങ്കിൽ കിടക്കണം. അപ്പൊ നമ്മുടെ ആ ഒരു ടൈമിൽ ഒരാൾ മേടിച്ചിരുന്നു, ആ പൈസ നമുക്ക് തിരിച്ചിടാൻ പറ്റിയില്ല. അവർക്ക് അത് ആ സമയം തിരിച്ചിടാൻ പറ്റാഞ്ഞിട്ട് നമ്മൾ പാവം, അവർക്ക് തിരിച്ചിടാൻ പറ്റാഞ്ഞിട്ടാണ്. അപ്പൊ ആ ഒരു പൈസ, അയ്യോ ദൈവമേ, നമ്മളത് ഇട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ അത് നോക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആയിരവല്ലി ഉള്ള ആ സാറിന്റെ വീഡിയോയിൽ ഞാൻ ഞാൻ എല്ലാം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചുമ്മാ ഒന്ന് റെഡിയാക്കിയിട്ട്, ചുമ്മാതെന്ന് പറയരുത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഞാനിപ്പോ ചുമ്മാന്ന് പറഞ്ഞു, പക്ഷെ ചുമ്മാതല്ല. എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ഏത് കാര്യം എന്ന് യൂട്യൂബ് തുടങ്ങി അന്ന് തൊട്ട് പോസിറ്റീവ് കാര്യം മാത്രമേ ചിന്തിക്കാവുള്ളൂ. ഞാൻ ഈ സാറിന്റെ ഒക്കെ വീഡിയോ ഒക്കെ കാണുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് പറയാറുണ്ട് അല്ലെ, ഏത് കാര്യത്തിനും പോസിറ്റീവ് മാത്രം ചിന്തിച്ച് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. അത് കറക്റ്റായ കാര്യം കേട്ടോ. അപ്പൊ നമുക്ക് ഈ സാറന്മാരൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ഇത് തീർച്ചയായിട്ടും നടക്കും. എനിക്ക് EMIയുടെ കറക്റ്റ് ഡേറ്റില് പൈസ വന്നിരിക്കും എന്നും പറഞ്ഞ് ഞാൻ ഈ ഒരു കാര്യം ചെയ്തേ. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അതിന് സമയവും സന്ദർഭവും ഒന്നുമില്ല. പെട്ടെന്ന് നിങ്ങൾക്ക്, അയ്യോ നാളെയാണല്ലോ നമ്മുടെ പൈസ എവിടുന്ന് നമുക്ക് എങ്ങനെങ്കിലും ഞങ്ങൾക്കൊരു പൈസ കിട്ടണേ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തിനെ വിചാരിച്ചുകൊണ്ട് 897 എന്നുള്ള നമ്പർ, 897 എന്നുള്ള നമ്പർ വേണം നമ്മൾ എഴുതാൻ. 897. ഇത് നമ്മുടെ ശരീരഭാഗം മറഞ്ഞു കിടക്കുന്ന, ആരെയും കാണാൻ പാടില്ല, ശരീരഭാഗത്ത് മറഞ്ഞു കിടക്കുന്ന ഭാഗത്ത് 897 എന്നുള്ളത് 3 നമ്മൾ എഴുതണം. ഇപ്പൊ നമ്മുടെ വയറിന്റെ അവിടെ 897, നമ്മുടെ ആരും കാണുന്നില്ല. അതിന്റെ തൊട്ടിപ്പുറത്ത് കാണുന്നില്ല, കാണാത്ത ഭാഗങ്ങളിൽ, ഇപ്പൊ കൈയുടെ ഇവിടെ ആണെങ്കിലും നമ്മുടെ ഉടുപ്പൊക്കെ ഉള്ളതുകൊണ്ട് കാണുന്നില്ല. അങ്ങനെ എഴുതണം. കാണരുത് കേട്ടോ, മറിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് 897 എന്ന് എഴുതിയിട്ട് അതിന് മുമ്പ് പ്രാർത്ഥിക്കണം, ഈശ്വര നമ്മുടെ പറഞ്ഞ കാര്യം നടക്കണേ, എങ്ങനെയെങ്കിലും അത് റെഡി ആവണേ, എനിക്ക് ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് റെഡിയായി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇത് എഴുതാൻ. ഇത് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ഉടനടി പണം നമുക്ക് പെട്ടെന്ന് റെഡിയാവും. അല്ലാണ്ട് ആനുകൂല്യമൊന്നും വരുമല്ല കേട്ടോ ഈ പറയുന്നത്. നിങ്ങൾ വിചാരിക്കോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമന്റ് വരും, എന്നാ പിന്നെ 1 ലക്ഷം രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 897 അങ്ങ് എഴുതിയിട്ടാൽ മതി. അങ്ങനല്ല,
പെട്ടെന്നൊരു കാര്യം EMI സമയത്ത് ഇടാൻ പറ്റിയില്ല, എവിടുന്നെങ്കിലും ഒക്കെ അത് എത്തിയിരിക്കും. എനിക്ക് കിട്ടിയ അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടല്ലോ. നിങ്ങൾ പുച്ഛിക്കരുത്, ഒരു കാര്യത്തിനും പുച്ഛിക്കരുത്. ഇതൊക്കെ ദൈവത്തിന്റെ ഓരോ നമ്പറുകളാണ്, ഈ ഓരോ ഭാഗ്യ നമ്പറുകളാണ്. 12 12 ഏഞ്ചൽ നമ്പർ, ഇങ്ങനെ പല നമ്പറുകൾ ഉണ്ട്. നമുക്ക് പണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അറിവുകളൊന്നും നമുക്ക് കൂടുതലായിട്ടില്ലായിരുന്നു. പക്ഷെ ഇതൊക്കെ നല്ല പ്രാബല്യത്തിൽ നമുക്ക് വന്നു തുടങ്ങി. ഇതെനിക്ക് കിട്ടിയതാണ്. അപ്പം നിങ്ങൾ ഈ മറിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് ശരിക്കും ഇങ്ങനെ എഴുതുക. പിന്നെ ചിലപ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാർ കടം തരാനുണ്ടായിരിക്കും, നമ്മുടെ പൈസ വാങ്ങിച്ചിട്ട്. അപ്പോൾ നാളെയെങ്കിലും നമുക്ക് ആ പൈസ കുറച്ചെങ്കിലും അവർ തന്നിരുന്നെങ്കിൽ എന്നോർത്തിട്ടും നമ്മൾ ഇത് എഴുതിയിടാം. അപ്പം നമുക്ക് എവിടുന്നെങ്കിലും ഒക്കെ നമുക്ക് ഇച്ചിരി പൈസ നമ്മുടെ കയ്യിൽ വരും. അതാണ് പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾക്കൊരു ലോട്ടറി അടിക്കാൻ വേണ്ടി എഴുതിയിടാനോ അങ്ങനല്ല പറയുന്നത് കേട്ടോ. വിയർത്തു കുളിച്ചു ഇത് പറഞ്ഞപ്പോൾ തന്നെ. ദൈവത്തിനെ വിചാരിച്ച് നമ്മൾ ഏത് രീതിയിലും മുമ്പോട്ട് പോയാൽ ദൈവം നമ്മളെ രക്ഷിക്കും ഏത് കാര്യത്തിലും. അപ്പം ഇങ്ങനെ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ദൈവത്തിനെ മുറുക്കി പിടിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിച്ച് ചെയ്യാൻ. അപ്പം ഇത് നടന്ന കാര്യമായതുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതായിക്കോട്ടെ എന്നോർത്ത് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്ത. പിന്നെ നമ്മൾ ഇന്ന് രാത്രിയിൽ, ഇന്ന് വ്യാഴാഴ്ചയാണ്, അടുത്ത വ്യാഴാകുമ്പോൾ ശുഭ ഒരു വാർത്ത വരും. നിങ്ങൾ എഴുതുന്ന എന്താണോ അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഇതിനു വേണ്ടി 2 കടകളിൽ കയറി. A1 എന്ന് പറയുന്ന കടയിൽ ചെന്നപ്പോൾ അവിടെ സ്റ്റാർട്ട് പേപ്പർ ആയിട്ടുള്ളതേ ഉള്ളൂ. ഇത് നമ്മുടെ ബുക്കൊക്കെ വിൽക്കുന്ന കടയുണ്ടല്ലോ, നമ്മുടെ കോട്ടയത്തുള്ളവരാണെങ്കിൽ തിരുനക്കര അയ്യപ്പൻ്റെ പൂക്കടയില്ലേ, അതിൻ്റെ അയ്യപ്പൻ്റെ പൂക്കടയിൽ തന്നെ ഉണ്ട് ഈ സംഭവം കേട്ടോ. ഇതിന് 30 രൂപ ഇത്രയായിട്ടേ തരുള്ളൂ, അല്ലാണ്ട് കറക്റ്റ് ഇന്ന കളറൊന്നും പറഞ്ഞൊന്നും തരത്തില്ല. ഇത്രയായിട്ട് ഒന്നിച്ച് വാങ്ങിച്ചാലേ നമുക്ക് ഇതിനകത്തൊരു പച്ച വരത്തുള്ളൂ. അപ്പം എൻ്റെ പച്ച ഇതിനകത്ത് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. തത്തപ്പച്ച അല്ല, നല്ല ഡാർക്ക് പച്ച. തത്തപ്പച്ച വാങ്ങിക്കല്ലോ കേട്ടോ, ഇതിനകത്ത് തത്തപ്പച്ച ഉണ്ട്. ഇതാണ് എൻ്റെ പച്ച കണ്ടോ, ഇതാണ് പച്ച. ഇതിനകത്ത് തത്തപ്പച്ചയുണ്ട്. ഞാനപ്പോൾ ഒരു പച്ച എടുത്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് ചീത്തയല്ലേ നമ്മൾ കൈ പിടിച്ച് അങ്ങനെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ പച്ചയാണ് ഞാൻ എടുത്ത് ഭാഗവതത്തിൻ്റെ മേളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് രാത്രിയിൽ എഴുതാൻ. അപ്പം ഇതാണ് തത്തപ്പച്ച എന്ന് പറയുന്നത്, ഇതിനകത്തുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇതല്ല കേട്ടോ, ഈ പച്ചയല്ലേ, ഈ പച്ചയാണ് വേണ്ടത്. ഇതിനകത്ത് പല കളറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ എപ്പോഴും മേടിച്ച് വെക്കണം കേട്ടോ. ചുമലയോ നീലയോ പച്ചയോ മഷി. നിങ്ങൾക്ക് ഈ 897 എഴുതുമ്പോഴും അത് ഞാൻ പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് പച്ച മഷിയാകാം, നീല മഷിയാകാം കേട്ടല്ലോ. അപ്പം ഞാൻ എഴുതിയത് പച്ച മഷി വെച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഏത് ശുഭകാര്യത്തിനും പച്ച മഷി നല്ല കേട്ടോ. പച്ചയും ചുമലയൊക്കെ മഷി നല്ല കണ്ട. ഇതിന് 30 രൂപയാണ്. 30 രൂപ ഉണ്ടല്ലോ. അപ്പം ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു, അയ്യോ എനിക്കൊരു കാര്യത്തിന്. അവരപ്പം ചോദിക്കുന്നുണ്ട് എന്താന്ന് പറയാതെ ഞങ്ങൾ എങ്ങനെ ഈ കളർ എടുക്കുന്നത്, നമുക്കാണെങ്കിൽ ഇതൊക്കെ പറയും. ഞാൻ പിന്നെ ഓർത്തു ദൈവത്തിന്റെ കാര്യം. ഞാൻ പറഞ്ഞു എനിക്കൊരു നാമം എഴുതാനാന്ന് പറഞ്ഞു. അപ്പം അതുപോലെ പലരും വന്ന് മേടിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഓർത്തോ? എനിക്ക് മനസ്സിലായി. നാമം എഴുതിയിട്ട് ഇങ്ങനെ വെക്കുന്നൊക്കെയാണോ എന്നോട് ഇങ്ങോട്ട് ചോദിക്കാം. അതെ, അങ്ങനെയാണ്, ഇങ്ങനെ കിട്ടത്തുള്ളൂ, ഒന്നിച്ചേ കിട്ടത്തുള്ളൂ. നമ്മൾ കുഴപ്പമില്ല, എനിക്കിപ്പോൾ പൈസ 30 ആയാലും സാരമില്ല, എനിക്കത് അത്യാവശ്യമാണ്, എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഇത് മേടിച്ചത് കേട്ടോ. അപ്പം അറിയാൻ മേലാത്തവർ അവിടെ പോയി മേടിച്ചോ. പൂക്കാരൻ അയ്യപ്പൻ്റെ കടയിൽ ഉണ്ട് ഈ സംഭവം കേട്ടോ. A1 ചെന്നപ്പോൾ അവിടെ ഇല്ല. A1 മുട്ടൻ കടയാണ്. എൻ്റെ കൂടെ പഠിച്ച അബുവാണ് അവിടുത്തെ ഓണർ. അപ്പോൾ പുള്ളിക്കാരനോട് ചോദിച്ചപ്പം പറഞ്ഞു അവിടെ ചാർട്ട് പേപ്പറും. ഞാൻ നോക്കിയപ്പോൾ ഇത് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു വലിയ ചാർട്ട് പേപ്പറുമായിട്ട് വരും അവിടുത്തെ പയ്യൻ. ഞാൻ പറഞ്ഞു ഇങ്ങനെ കാണിച്ചു, ഇതല്ലേന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞു ഞാൻ ഇന്നേനാന്ന്. അപ്പം അവർ ഒന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞു ചേച്ചി ഇതുപോലത്തെ പേപ്പർ ഇവിടെ ഇല്ല, ഈ ചാർട്ട് പേപ്പറേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പം എന്താണേലും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഉണ്ടല്ലോ, ഇതെനിക്ക് ചെയ്ത് ഉപകാരമായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. ശരിയായില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ശരിയായെങ്കിൽ വന്ന് പറയും. അപ്പം ശരിയാകുന്നിടം വരെ നമ്മൾ ആ പേപ്പർ അതിനകത്ത് വെച്ചോണം കേട്ടോ. ശരിയാകും എന്നുള്ള ഇതിലെ ചെയ്യാവുള്ളൂ. ശരിയാകും, പോസിറ്റീവ്. അപ്പൊ 897 ശരിയാകും, നാളത്തേക്ക് റെഡിയാവും. ഉടനടി പണം ആവശ്യം വരുന്നുണ്ടോ നിങ്ങളുടെ കയ്യിൽ? അങ്ങനെയുള്ള സമയത്താണ് ഈ 897ന്റെ ഉപയോഗം കേട്ടല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനത്തെ ഉള്ള വീഡിയോകളൊക്കെ ഇഷ്ടം വരണം. കാരണം എല്ലാവരും ഇതിനകത്തോട്ട് ഞാൻ ആനയിപ്പിക്കുന്നതല്ല, ചെയ്ത് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്കും കൂടെ ഒരു പ്രയോജനമായിക്കോട്ടെ എന്നോർത്ത് മാത്രമാണ് ഞാൻ ഇതൊക്കെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഇന്ന് അമ്മയ്ക്ക് പനിയായിരുന്നേ. അപ്പോഴത്തേക്ക് ഞാൻ വാരിശ്ശേരി ഹോസ്പിറ്റലിൽ അമ്മ രാവിലെ കൊണ്ടുപോയി കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ പിന്നെ ഇതൊക്കെ മേടിക്കാൻ പോയത് കേട്ടോ.
ആശുപത്രി പോയി അതിലൊന്നും നമ്മൾ പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറയാൻ കാരണം എന്നാന്നറിയാം, അവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ രേഷ്മ ജയാസ് വെറൈറ്റി, ഞാൻ പറയുവാതെ ജയയുടെ വീഡിയോ ഞാൻ കാണുന്നുണ്ടോന്ന് പറഞ്ഞു. രേഷ്മയ്ക്ക് 3 ആൺപിള്ളേരാട്ടോ. രേഷ്മ പറഞ്ഞു ഞാൻ ഇന്നത്തെ വീഡിയോ ഇടുമ്പോൾ ഞാൻ കമന്റ് ഇട്ടേക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ഇടുന്നത് ഇന്നതാണ്, കറക്റ്റായ കാര്യമാണ്, അത് ചെയ്തോണം കേട്ടോ തീർച്ചയായിട്ടും. ജയന്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ഷുഗർ കൂടിയിട്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് രേഷ്മ പറഞ്ഞു ശരി ഞാൻ ഇന്ന് വീഡിയോ ഇടുമ്പോൾ കമന്റിനകത്ത് രേഷ്മ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതാണെന്ന് പറഞ്ഞ് കമന്റ് ഇട്ടേക്കാന്നൊക്കെ പറഞ്ഞു. മറന്നു പോകും നമുക്കറിയത്തില്ല. ഭയങ്കര സന്തോഷം കേട്ടോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കാണുമ്പോഴത്തേക്കും എന്തോ ഒരു സന്തോഷം അല്ലേ. നമുക്ക് ആരും അറിയത്തില്ലല്ലോ, പാവങ്ങൾ നമ്മളാണെങ്കിൽ, നമ്മൾ പാവങ്ങൾ മീൻസ് നമ്മൾ കഥ അറിയാതെ ആട്ടം കാണുമല്ലേ അല്ലേ. നിങ്ങൾക്കൊക്കെ നമ്മളെ അറിയാം, പക്ഷെ എനിക്കൊന്നും നമുക്ക് ആരും അറിയില്ലല്ലോ. വന്ന് മിണ്ടണം കേട്ടോ എല്ലാവരും. അപ്പൊ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ, ചുമ്മാ പറയാതിരിക്കല്ല. ഇത് ഇൻട്രസ്റ്റ് ഉള്ളവര് മാത്രം ചെയ്തിട്ട് പോസിറ്റീവ് ചിന്തിച്ച് ചെയ്യുക. ഇൻട്രസ്റ്റ് ഇല്ലാത്തവര് നോക്കുകയേ വേണ്ട. കാരണം അവരെ കൂടെ ഞാൻ ഇതിനകത്തോട്ട് ആക്കുന്നില്ല. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് ചെയ്തിട്ടും കാര്യമുള്ളൂ. വിശ്വസിച്ച് ചെയ്താൽ ഏത് കാര്യവും അച്ചട്ടാണ്. എനിക്ക് അനുഭവങ്ങളിലൂടെ പല കാര്യങ്ങൾ അറിയാം. നമ്മളെല്ലാത്തിനും പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് മാത്രമേ എല്ലാം ചെയ്യാവൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ചെയ്തിട്ട് റിസൾട്ട് വന്ന് കമന്റ് ബോക്സിൽ പറയണം. ഇന്ന് ചെയ്യുന്ന റിസൾട്ടും വന്ന് പറയണം. ഇന്ന് വ്യാഴാഴ്ചയായിട്ട് എഴുതുന്ന റിസൾട്ടും വന്ന് പറയണം. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.